Hi students, welcome back. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സിൽ ഉപയോഗിക്കുന്ന കുറച്ച് മാത്തമാറ്റിക്കൽ ടൂൾസ് തന്നെയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് 10 പവേഴ്സ് അതിൻ്റെ പ്രോബ്ലംസ് ആണ് പഠിച്ചത്. ഇന്ന് നമുക്ക് പഠിക്കാൻ പോകുന്നത് പുതിയൊരു കൺസെപ്റ്റാണ്. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല. അതാണ് ഡെറിവേറ്റീവ്സ്, ഡിഫറൻസിയേഷനും ഇൻ്റഗ്രേഷനും. അപ്പോൾ എന്താണ് ഡിഫറൻസിയേഷൻ നോക്കാം. ഡിഫറൻസിയേഷൻ, അപ്പോൾ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബോഡിയെ സ്പ്ലിറ്റ് ചെയ്ത് വളരെ ചെറിയ പാർട്ടാക്കി മാറ്റുകയാണെങ്കിൽ അതിനെയാണ് എന്ത് വിളിച്ചത്? ഡിഫറൻസിയേഷൻ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു പേപ്പർ എടുക്കുകയാണെങ്കിൽ കട്ട് ചെയ്ത് വളരെ ചെറിയ പീസ്, എത്രത്തോളം ഇങ്ങനെ ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറിയ പീസാക്കി മാറ്റുക. അതായത് പേപ്പർ പൗഡർ ആക്കി മാറ്റാൻ പറ്റുമെങ്കിൽ അത്രയും ചെറുതാക്കുക. അതിനാണ് ഡിഫറൻസിയേഷൻ എന്ന് വിളിച്ചത്. അപ്പോൾ നമുക്ക് ഫിസിക്സിൽ പ്രോബ്ലം ചെയ്യുന്ന സമയത്തൊക്കെ പല സിറ്റുവേഷനിലും ഇതേപോലെ തന്നെ ചെറിയ വളരെ ചെറിയ ക്വാണ്ടിറ്റികൾ വേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ബസ്സിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ബസ്സിന്റെ സ്പീഡ് മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്, കണ്ടിന്യൂസ്ലി വാരിയിങ് ആണ്, തുടർച്ചയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്പീഡ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? വളരെ ചെറിയ ടൈം ഇന്റർവൽ എടുക്കും. 1 സെക്കൻഡ് അല്ല, അതിനേക്കാൾ ചെറിയ സെക്കൻഡ്. അപ്പോൾ എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതെടുക്കും. അതാണ് ഡിഫറൻസിയേഷൻ. ഈ ഡിഫറൻസിയേഷൻ പഠിക്കണമെങ്കിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് 2-3 റിസൾട്ടുകൾ മാത്രം ഞാൻ ഇവിടെ പറയുന്നു. അതിൻ്റെ ബേസിലുള്ള കുറച്ച് പ്രോബ്ലംസും പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ഏറ്റവും അടിസ്ഥാനമായിട്ട് ഒന്നാമത്തെ ഇക്വേഷനാണ് d by dx of x raised to n is equal to nx raised to n minus 1. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നോക്കാം. d by dx ആണ് ഡെറിവേറ്റീവ്. ഇതിന്റെ മീനിങ് ഡെറിവേറ്റീവ് ഓഫ് x raised to n with respect to x. അതായത് x raised to n നെ ചെറിയ പീസാക്കി മാറ്റി അങ്ങനെ with respect to x ന്റെ ബേസിൽ. അപ്പോൾ ഇത് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് x raised to n with respect to x. എന്തിനെ ബേസ് ചെയ്താണ് പറയുന്നത്? അതാണ് അടിയിൽ വരുന്നത്. That is equal to d by dx of x raised to n is equal to nx raised to n minus 1 ആണ് ഇക്വേഷൻ. nx raised to n minus 1. ഇനി രണ്ടാമത്തെ പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് with respect to x dk by dx is equal to 0. അതായത് കോൺസ്റ്റന്റ് ആണെങ്കിൽ ആ കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി അടുത്തത് വരുന്നത് ഡെറിവേറ്റീവ് ഓഫ് എ kx raised to n. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ k ഒരു നമ്പർ ആണ്, ഇത് x raised to n ന്റെ കോഎഫിഷ്യന്റ് ആയിട്ടാണ് വന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? k into d by dx of x raised to n. d by dx of x raised to n എന്താ? k into nx raised to n minus 1. ഇതാണ് മൂന്നാമത്തെ റിസൾട്ട്. ഓക്കെ, ഇനി ഇത് വെച്ച് പ്രോബ്ലംസ് എങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. ഇവിടെ x raised to n നെ with respect to x ലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തത്. ഇനി x raised to n നെ with respect to t ലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതെങ്കിലോ നോക്കി, അതായത് d by dt of x raised to n is equal to nx raised to n minus 1 into dx by dt. അതായത് ഇവിടെ ഡെറിവേറ്റീവ് ഓഫ് x raised to n with respect to t ആണെങ്കിൽ എങ്ങനെ എഴുതാം? nx raised to n minus 1 into dx by dt with respect to t ആയതുകൊണ്ട് into dx by dt ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫസ്റ്റ് ഇക്വേഷൻ. നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ മുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിഫറൻസിയേഷൻ. ആ ഡെറിവേറ്റീവ് കറക്റ്റ് ആയിട്ട്, അതായത് വെലോസിറ്റി പറയുന്ന സമയത്ത്, ആക്സിലറേഷൻ പറയുന്ന സമയത്തൊക്കെ മെയിൻ ആയിട്ട് നമ്മൾ ഡിഫറൻസിയേഷൻ ആണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഡിഫറൻസിയേഷനിൽ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഒന്നാമത്തെ എക്സാമ്പിൾ, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ഫോളോയിങ്. ഫൈൻഡ് ഡെറിവേറ്റീവ്സ് ഓഫ് ഫോളോയിങ് with respect to x. x ലാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ x raised to 8.
ഇതെങ്ങനെ ഡിഫറൻഷിയേറ്റ് with respect to x എങ്ങനെ എഴുതാം d by dx of x raised to 8 is equal to എന്താണ് d by dx of x raised to n is equal to nx raised to n minus 1 അല്ലേ ഇവിടെ n ന്റെ സ്ഥാനത്ത് എത്രയാണ് 8 into x raised to n minus 1 8 minus 1 അതായത് 8 x raised to 7 ഓക്കേ വളരെ സിമ്പിൾ ആയിട്ട് രണ്ടാമത് നോക്കിക്കോളൂ x സ്ക്വയർ ആണെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് x സ്ക്വയർ with respect to x ആണെങ്കിൽ ഇവിടെ എന്താ n ന്റെ സ്ഥാനത്തുള്ളത് 2 ആണ് 2x raised to 2 minus 1 അതായത് 2x raised to 2 minus 1 ആണ് x raised to 1 എന്താണ് x ആണ് ഇനി മൂന്നാമത്തെ എക്സാമ്പിൾ ശ്രദ്ധിച്ചോളൂ 5x raised to 6 ഇതെങ്ങനെ ചെയ്യാം 5x raised to 6 ആണെങ്കിൽ ഇതിന്റെ ഡെറിവേറ്റീവ് d by dx of 5x raised to 6 equal to ആദ്യമായിട്ട് ഇവിടെ നോക്കിയ kx raised to n ആണെങ്കിൽ k നെ പുറത്തെടുക്കാമല്ലോ k നെ പുറത്തെടുത്താൽ kn into അതായത് ആദ്യമായിട്ട് k നെ പുറത്തെടുത്തു k നെ സ്ഥാനത്ത് 5 into n എത്രയാ 6 into x raised to 6 minus 1 5 into 30 x raised to 5 ഇതാണ് ഇതിന്റെ ഡെറിവേറ്റീവ് 30 x raised to 5 ഓക്കേ ഇനി അടുത്ത നോക്കിക്കോളൂ നാലാമത്തെ എക്സാമ്പിൾ -7x cube ഇതിന്റെ ഡെറിവേറ്റീവ് എങ്ങനെ എഴുതാം നോക്കിയേ d by dx of -7x cube ആണെങ്കിൽ ഇവിടെ k ന്റെ സ്ഥാനത്ത് -7 ആണ് -7 into x cube ന്റേത് nx raised to n minus 1 എന്ന സ്ഥാനത്ത് 3 ആണ് അപ്പോൾ -7 into 7 into 3 എത്രയാ -21x square ഏതാണോ ഇനി അടുത്തത് അഞ്ചാമത്തെ എക്സാമ്പിൾ 10x raised to -4 ഇതിന്റെ ഡെറിവേറ്റീവ് എങ്ങനെ എടുക്കാം ശ്രദ്ധിച്ചോളൂ d by dx of 10x raised to -4 10 into 10 പുറത്തെടുത്തു x raised to -4 ഡെറിവേറ്റീവ് എന്താ x raised to -4 n ന്റെ സ്ഥാനത്ത് -4 ആണ് into x raised to -4 minus 1 10 into minus plus into minus 10 into 4 40 x raised to -4 minus 1 that is equal to -5 okay അപ്പോൾ ഇതേപോലെയാണ് ഡെറിവേറ്റീവ് എടുക്കുന്നത് ഇത് സിമ്പിൾ ആയിട്ട് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കാൻ പഠിച്ചു അപ്പോൾ ഇവിടെ ഒരു സിംഗിൾ ടേം മാത്രമാണ് സമയത്ത് വളരെ ഈസി ആയിട്ട് ഡെറിവേറ്റീവ് എടുക്കാം അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് -20x raised to -2 അല്ലെങ്കിൽ -20x raised to -2 എത്ര വരും ശ്രദ്ധിച്ചോളൂ ഇതിന്റെ ഡെറിവേറ്റീവ് d by dx of -20x raised to -2 equal to -20 into n ന്റെ സ്ഥാനത്ത് -2 x raised to -2 minus 1 minus into minus plus 20 into 2 40 x raised to -3 ശരിയാണോ ഇനി നമുക്ക് ഏഴാമത്തേത് x raised to -1 ഇതിന്റെ ഡെറിവേറ്റീവ് എന്താ d by dx of x raised to -1 is equal to x raised to n ഫോമിലാണ് n ന്റെ വാല്യൂ എത്രയാ -1 into x raised to n minus 1 that is minus x raised to -2 ക്ലിയർ ആണോ ഇനി എട്ടാമത്തെ എക്സാമ്പിൾ ശ്രദ്ധിച്ചോളൂ നമുക്ക് കണ്ടത് 150 ന്റെ ഡെറിവേറ്റീവ് അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് 150 with respect to x ആണെങ്കിൽ ഇതൊരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇതിന്റെ ഡെറിവേറ്റീവ് എത്രയാണ് 0 അപ്പോൾ ശ്രദ്ധിച്ചാൽ ഒന്നാമത്തെ ഈ രണ്ട് മൂന്ന് ഇക്വേഷൻ യൂസ് ചെയ്തത് ഇത് മൂന്നും യൂസ് ചെയ്ത് with respect to x നെ ഡിഫറൻഷിയേറ്റ് ചെയ്തു ക്ലിയർ ആണല്ലോ ഇനി നമുക്ക് ഇത് സം ആയിട്ട് വരുന്ന സമയത്തും സം ടേം ആയിട്ടും ഡിഫറൻസ് ആയിട്ട് വരുന്ന സമയത്തും ഇങ്ങനെ രണ്ട് മൂന്ന് എക്സാമ്പിളുകൾ നോക്കാം ഓക്കേ അടുത്ത എക്സാമ്പിൾ ശ്രദ്ധിച്ചാൽ 5x + 7 ഡിഫറൻഷിയേറ്റ് ചെയ്യണം അപ്പോൾ എങ്ങനെ എഴുതാം d by dx of 5x + 7
that is equal to ഇതിനെ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്താൽ d by dx of 5x plus d by dx of 7. ഇനി ഇവിടെ ഈ 5 നെ പുറത്തെടുത്താൽ 5 into ശ്രദ്ധിക്കണേ d by ബാക്കി dx by dx plus derivative of 7 is 0. അപ്പോൾ dx by dx എന്ന ഇതിന്റെ differentiation x ന് പവർ 1 ആണ്. അപ്പോൾ 1 into x raised to 1 minus 1. അപ്പോൾ 5 into 1 5 x raised to 0. x raised to 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 5 into 1 equal to 5. ഇതിന്റെ ആൻസർ എത്രയാണ്? 5. ഓക്കേ. ഇനി അടുത്ത എക്സാമ്പിൾ ശ്രദ്ധിച്ചോളൂ. 2x square plus 3x plus 4. ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് ഡെറിവേറ്റീവ് ഓഫ് എ ക്വാണ്ടിറ്റി ഫോർ എക്സാമ്പിൾ നമ്മൾ തന്നിരിക്കുന്നത് എ കോൺസ്റ്റന്റ് y equal to this quantity ആണ്. അപ്പോൾ നമുക്ക് എഴുതാം dy by dx equal to എന്താ d by dx of y ന്റെ സ്ഥാനത്ത് ആര് എഴുതാം 2x square plus 3x plus 4. ശരിയല്ലേ? ഇതിനെ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്താൽ d by dx of 2x square plus d by dx of 3x plus d by dx of 4. ഇതിന്റെ ഡെറിവേറ്റീവ് എന്താ ശ്രദ്ധിച്ചാൽ that is dy by dx equal to dy by dx equal to ശ്രദ്ധിക്കണേ 2x square 2 കോൺസ്റ്റന്റ് കൊടുത്തു x square എന്നത് 2x raised to 2 minus 1. അതായത് x raised to n ആണെങ്കിൽ nx raised to n minus 1 plus the 3 into x ന്റെ dx by dx എന്ന 1 ആണല്ലോ 2 into dx by dx plus derivative of a constant is 0. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 into 4 x raised to minus 2 1 x raised to 2 minus 1 1 x raised to x plus 3 into 1. So the answer is 4x plus 3. Okay. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് y equals 4x cube plus 9. ഇതിനെ എന്താ പറയാ dy by dx equal to എന്താ d by dx of y ന്റെ സ്ഥാനത്താണുള്ളത് 4x cube plus 9. That is equal to bracket expand ചെയ്താൽ 4 into d by dx of x cube plus d by dx of 9. ഇവിടെ 4 into d by dx of x cube എന്നാൽ n x raised to n minus 1 plus derivative of 9 is 0. 4 into 3 12x square. ഇതായിരിക്കും ആൻസർ. ഓക്കേ. ഇനി അടുത്ത എക്സാമ്പിൾ y equals x raised to 4 minus x square plus 10. ഇതിന്റെ ഡെറിവേറ്റീവ് എന്താ പറയാ ശ്രദ്ധിച്ചോളൂ dy by dx equal to d by dx of y ന്റെ സ്ഥാനത്ത് x raised to 4 minus x square plus 10. ഇനി ഇതിനെ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്താൽ d by dx of x raised to 4 plus symbol minus d by dx of x square plus d by dx of 10. അപ്പോൾ x raised to 4 is 4 x raised to 4 minus 1 4x cube minus 2 x raised to 2 minus 1 2x plus the derivative of a constant is 0. അപ്പോൾ നമുക്ക് 4x cube minus 2x. ഓക്കേ. ഇനി അടുത്ത എക്സാമ്പിൾ ശ്രദ്ധിച്ചോളൂ y equals 4x cube plus 3x square minus 7x plus 5. ഈ ഡെറിവേറ്റീവ് എങ്ങനെ എടുക്കാം ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ dy by dx equal to
ഇതിനാണ് ഡിഫറൻഷ്യൽ d by dx of ഈ ക്വാണ്ടിറ്റി 4x cube plus 3x square minus 7x plus 5 ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇവിടെ 4 നെ പുറത്തെടുത്താൽ 4 into d by dx of x cube പിന്നെ പ്ലസ് ഇവിടെ 3 പുറത്തെടുത്താൽ 3 into d by dx of x square minus 7 into dx by dx പിന്നെ പ്ലസ് d5 by dx. ഓക്കെ 4 into x cube ഡെറിവേറ്റീവ് എന്താ n x raised to n minus 1 plus 3 into n x raised to n minus 1 minus 7 into dx by dx 1 plus derivative of 5 is 0. അപ്പോൾ നമുക്ക് എഴുതാം 4 into 3 12x raised to 3 minus 1 square plus 6x minus 7. ഓക്കെ ഇതാണ് ഡെറിവേറ്റീവ്. ഇവിടെ രണ്ട് ഹോംവർക്ക് ശ്രദ്ധിച്ചോളൂ. ഈ ഹോംവർക്ക് ഒന്ന് നിങ്ങൾ ചെയ്തിട്ട് വാട്സപ്പ് ചെയ്തന്നെ. അപ്പോൾ ഒന്നാമത്തെ ഹോംവർക്ക് ശ്രദ്ധിക്കാം. y equals 5x raised to 4 plus 3x square minus 10. രണ്ടാമത്തത് y equals 7x cube plus 2x square minus 3x minus 1. ഇത് രണ്ടിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x ആണ്. ഓക്കേ y equal 5x raised to 4 plus 3x square minus 10 y equal 7x cube plus 2x square minus 3x minus 1. ഓക്കേ അപ്പോൾ ഇത് പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ ഇഷ്ടമുള്ള വാല്യൂസ് ചെയ്തു നോക്കുക. ഇനി കൂടാതെ ഇതേപോലെ ഏത് ഇക്വേഷൻ വേണമെങ്കിലും എഴുതുക എന്നിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക. എന്നാൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. നിങ്ങൾ ചെയ്ത് നിങ്ങളെ നോട്ട്സ് എഴുതി അയച്ചെന്നാൽ മതി, ഞാൻ ചെക്ക് ചെയ്തോളാം. ഓക്കെ അപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഡിഫറൻസിയേഷൻ ആയിരുന്നു. ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു പാർട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നതാണ് ഡിഫറൻസിയേഷൻ. അതിന്റെ ഒരു റിസൾട്ട് മാത്രമാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഒരുപാട് റിസൾട്ടുകൾ ഉണ്ട്. ആ ഒരുപാട് റിസൾട്ടുകളിൽ നിന്നുള്ള ഒറ്റ റിസൾട്ട് മാത്രമാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. അതേപോലെ അതിന്റെ നേരെ റിവേഴ്സ് പ്രോസസ്, ഡിഫറൻസിയേഷന് നേരെ റിവേഴ്സ് പ്രോസസ് ആണ് ഇന്റഗ്രേഷൻ. ഇന്റഗ്രേഷൻ ചെറിയ ചെറിയ പാർട്ടുകളെല്ലാം കൂടി ചേർത്ത് ഒരു വലിയ ബോഡി ഉണ്ടാക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ കോൺക്രീറ്റ് സ്ലാബ് ഫോം ചെയ്യുന്നത്, ഈ സ്ലാബ് ഫോം ചെയ്യുന്ന ഒരുപാട് സാൻഡ് പാർട്ടിക്കിളും സിമന്റ് പാർട്ടിക്കിളും ഇതേപോലെ ചെറിയ ചെറിയ വളരെ ചെറിയ പാർട്ടിക്കിൾസ് കൂടി ചേർന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്ലാബ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അത് ഒരു ഇന്റഗ്രേഷൻ. അപ്പൊ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ആഡ് ചെയ്യുന്നു, കണ്ടിന്യൂസ് അഡിഷൻ ആണ് ഇന്റഗ്രേഷൻ വിളിച്ചത്. ഡിഫറൻസിയേഷൻ കണ്ടിന്യൂസ് സ്പ്ലിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഡിഫറൻസിയേഷന്റെ നേരെ റിവേഴ്സ് ആണ് ഇന്റഗ്രേഷൻ. ആ ഇന്റഗ്രേഷനിൽ ഒരുപാട് റിസൾട്ടുകൾ ഉണ്ട്. അതിൽ ഒരൊറ്റ റിസൾട്ട് മാത്രമാണ് നമുക്ക് ഫിസിക്സിൽ ഉപയോഗിക്കാനുള്ളത്, ഈ വർഷം ഉപയോഗിക്കാനുള്ളത്. അത് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇത് വായിക്കുന്നത് ഇന്റഗ്രൽ എന്നാണ്. എന്താണ് ഇന്റഗ്രൽ? ഇന്റഗ്രൽ ഇന്റഗ്രൽ സിമ്പിൾ എന്ന് നോക്കിയതാ ഇങ്ങനെ, ഇതാണ് ഇന്റഗ്രൽ. ഇങ്ങനെ വന്നിട്ട് ഇന്റഗ്രൽ ചെറുതാക്കി എഴുതുമ്പോൾ ഇന്റഗ്രൽ, ഇന്റഗ്രൽ ഇതാണ് ഇന്റഗ്രൽ, ഇന്റഗ്രൽ, ഇന്റഗ്രൽ. ഇത് ഇന്റഗ്രൽ വായിക്കാം. ഇന്റഗ്രൽ x raised to n dx is equal to x raised to n plus 1 by n plus 1. x ആണ് വാല്യൂബിൾ, n ഒരു നമ്പർ ആണ്. ആ നമ്പർ ഏത് വേണമെങ്കിലും ആവാം. അതിന് കുറച്ച് എക്സാമ്പിൾ വളരെ സിമ്പിൾ ആണ്. ഒന്നാമത്തെ എക്സാമ്പിൾ എന്താണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്? ആരാ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്? ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ y equals x raised to 7. y equals x raised to 7 ആണെങ്കിൽ നമുക്ക് ഇന്റഗ്രൽ y dx is equal to y ന്റെ സ്ഥാനത്ത് ഇന്റഗ്രൽ y ന്റെ സ്ഥാനത്ത് x raised to 7 dx. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x raised to 7 ഇവിടെ x raised to n, അപ്പോൾ ഇവിടെ x raised to അതായത് x തന്നെ n ആണുള്ളത്. n ന്റെ സ്ഥാനത്ത് എത്രയാണ്? 7. അപ്പോൾ 7 plus 1 by 7 plus 1, that is x raised to 8 by 8. ഇതായിരിക്കും ഇന്റഗ്രേഷൻ. ഓക്കെ
അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ x ആണെങ്കിലോ x ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ x dx. ഇതെങ്ങനെ ചെയ്യാം? x dx ആണെങ്കിൽ x ന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഇതിന്റെ x raised to n എന്ന അവിടെ 1 ആണ്. അപ്പോൾ 1 plus 1 by 1 plus 1. x raised to 1 plus 1 2 x square by 2. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തത് ഇന്റഗ്രൽ x square dx ആണ്. എന്താ വരിക? x square dx ആണെങ്കിൽ പറയൂ x raised to n സ്ഥാനത്ത് 2 plus 1 by 2 plus 1. That is x cube by 3. Okay. നാലാമത്തത് ഇന്റഗ്രൽ x raised to 3 dx ആണ്. എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം? പറയൂ x raised to 3 plus 1 by 3 plus 1. That is x raised to 4 by 4. ഇതെങ്ങനെ ചെയ്ത് പരിചയമായി കഴിഞ്ഞാൽ ഒരു ഇക്വേഷൻ കാണുമ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ ഡയറക്റ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അഞ്ചാമത്തത് ഞാൻ എഴുതുന്നത് ഇന്റഗ്രൽ x raised to -2 dx. ഇതെങ്ങനെ എഴുതാം? x raised to -2 dx ആണെങ്കിൽ ശ്രദ്ധിച്ചോളൂ x raised to -2 plus 1 by -2 plus 1. That is equal to x raised to -1 by -1. ഇതിനെങ്ങനെ എഴുതാം? minus x raised to -1. x raised to -1 ഇതാണ് പഠിച്ചു 1 by x ആണ്. അപ്പോൾ minus 1 by x വേണമെങ്കിൽ എഴുതാം. ഓക്കെ. അപ്പോൾ ഇതെല്ലാം x മാത്രമല്ല. ഇനി ഇതിന്റെ കോഎഫിഷ്യന്റ് കൂടി വരികയാണെങ്കിലോ, അതായത് ഒരു k കൂടി വരികയാണെങ്കിൽ നമ്മൾ ആ k നെ പുറത്തെടുത്താൽ മാത്രം മതി. അതായത് ആറാമത്തെ ശ്രദ്ധിച്ചോളൂ y equals 5x raised to 4. 5x raised to 4 ആണെങ്കിൽ ഇതിനെങ്ങനെ കാണാം? the integral y dx is equal to integral y plus 5x raised to 4 dx. ഇവിടെ ഈ 5 നെ പുറത്തെടുത്താൽ 5 കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ കഴിയില്ല, പുറത്തെടുക്കുക. 5 into integral x raised to 4 dx. x raised to 4 dx ന്റെ വാല്യൂ നേരത്തെ കണ്ടതാണ്, വേണമെന്ന് കണ്ടുപിടിക്കാം. എന്താ വരിക? x raised to 4 plus 1 by 4 plus 1. That is 5x raised to 5 by 4 plus 1 by 4 plus 1 5. 5 and 5 കട്ട് ചെയ്താൽ നമുക്ക് എഴുതാം x raised to 5. ഓക്കെ. ഇനി ഏഴാമത്തത് y equals 10x raised to -3. ഇതെങ്ങനെ എഴുതാം? ഇന്റഗ്രൽ y dx is equal to, ശ്രദ്ധിക്കണേ, ഇന്റഗ്രൽ y dx is equal to എങ്ങനെ എഴുതുന്നത്? y dx is equal to 10 നെ പുറത്തെടുത്തു ഇന്റഗ്രൽ x raised to -3 dx. That is 10 into x raised to n plus 1 by n plus 1. n സ്ഥാനത്ത് -3 plus 1 by -3 plus 1. അതായത് 10x raised to -2 by -2. ഇത് കട്ട് ചെയ്താൽ -5x raised to -2 അല്ലെങ്കിൽ -5 by x square എന്ന് എഴുതാം. കാരണം x raised to -2 a raised to minus എന്നാണ് 1 by a raised to n. അപ്പോൾ x raised to minus എന്നാണ് 1 by x square ആണ്. അപ്പോൾ -5 1 by x square -5 by x square എന്ന് എഴുതാം. ഓക്കെ. ഇനി എട്ടാമത്തെ എക്സാമ്പിൾ y equals -2x raised to -3. ഇതെങ്ങനെ എഴുതാം? ഇന്റഗ്രൽ y dx is equal to ഇന്റഗ്രൽ -2 നെ പുറത്തെടുത്തു -2 into integral x raised to -3 dx. That is -2 into ഇതിന്റെ ഇന്റഗ്രൽ എന്താ വരുന്നത്? x raised to -3 plus 1 by -3 plus 1. That is -2 into x raised to -2 by -2. -2 x raised to -2. ഇതിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 1 by x square. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇന്റഗ്രേഷൻ. ഇപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് ഇന്റഗ്രേഷൻ ഒറ്റ ടേം മാത്രമാണ് സമയത്ത് ഇന്റഗ്രേറ്റ് എന്ന് പറഞ്ഞത്. ഇനി സം ടേം ആവുന്ന സമയത്തും ഡിഫറൻസ് ടേം ആവുന്ന സമയത്തും ഈ ഇന്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്താൽ മതി. അതിന് 2-3 എക്സാമ്പിളുകൾ നമുക്ക് നോക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. ഇന്റഗ്രേറ്റ് 5x square plus 3x minus 2. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോളൂ, ഇന്റഗ്രൽ
5x square plus 3x minus 2 with respect to x into dx. That is equal to this split integral 5x square dx in plus integral 3x dx minus integral 2 dx. Any okay. Put 5 na porthatal 5 into integral x square dx plus 3 into integral x dx minus 2 into integral dx. ഇവിടെ നമ്മൾ പഠിക്കുന്ന ഒരു സ്ഥലത്തുണ്ട് integral dx എന്നാൽ integral dx is equal to x ആയിരിക്കും. integral dt ആണെങ്കിൽ t ആയിരിക്കും. integral dy ആണെങ്കിൽ y ആയിരിക്കും. അതായത് നമ്മുടെ integral dx is equal to x ആണ്. dx മാത്രം ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് ഇത് ഈക്വൽ ടു എന്താ പറയാ that is equal to that integral equal to 5 into integral x square അതെന്താ പറയാ x raised to n plus 1 by n plus 1 ശരിയല്ലേ plus 3 into x raised to 1 plus 1 by 1 plus 1 minus 2 into integral dx എന്നാൽ x ആയിരിക്കുമല്ലോ that is equal to 5x cube by 3 plus 3x square by 2 minus 2x. ഇതായിരിക്കും ഇതിന്റെ ഇന്റഗ്രേഷൻ. അപ്പോൾ ഇതിനെ 5x square plus 3x minus 2 നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ 5x cube by 3 plus 3x square by 2 minus 2x. ഓക്കേ. അടുത്ത രണ്ടാമത്തെ എക്സാമ്പിൾ ശ്രദ്ധിച്ചോളൂ. ഇന്റഗ്രേറ്റ് y equals നമുക്ക് എന്താ എഴുതാം y equals ഇതിനെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് y equals 3x raised to 4 plus 2x raised to 3 minus 3x square plus 2x plus 1. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം ഓരോ ടേമിനെയും ഇന്റഗ്രേറ്റ് ചെയ്യണം. integral y dx equal to ആദ്യം ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ integral 3x raised to 4 dx plus integral 2x cube dx minus integral ഇവിടെ മൈനസ് ആണ് minus 3x square dx പിന്നെ plus integral 2x dx plus integral 1 dx. just integrate ചെയ്താൽ ഇവിടെ 3 പുറത്തെടുക്കുന്നു 3 into integral x raised to 4 dx plus 2 into integral x cube dx minus 3 into integral x square dx plus 2 into integral x dx plus 1 into integral dx. Clear ആണോ? ഇവിടെ ഞാൻ എന്താ ചെയ്തത് ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്തു ഇന്റഗ്രേറ്റ് ഓരോ ഇന്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്തു ഇനി കോൺസ്റ്റന്റ് പുറത്തെടുത്തു. ഇവിടെ എഴുതാം 3 into x raised to 4 plus 1 by 4 plus 1 plus 2 into x raised to 3 plus 1 by 3 plus 1 minus 3 into x raised to 2 plus 1 by 2 plus 1 plus 2 into x raised to 1 plus 1 by 1 plus 1 plus integral dx is x. Okay, 3x raised to 5 by 5 plus 2x raised to 4 by 4 minus 3x cube by 3 plus 2x square by 2 plus x. You want to simplify it? 3x raised to 5 by 5 cut x raised to 4 by 2 minus x cube plus x square plus x. ഇങ്ങനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഇക്വേഷൻ മാത്രം യൂസ് ചെയ്യുക. ഇന്റഗ്രൽ x raised to n dx is equal to x raised to n plus 1 by n plus 1. ഓക്കെ, ചെറിയൊരു ഇന്റഗ്രേഷൻ ചെയ്യാം.
മൂന്നാമത്തെ ക്വസ്റ്റ്യൻ y equals x raised to minus 3 plus 2x. ഇതിനെ integrate ചെയ്താൽ integral y dx is equal to integral x raised to minus 3 dx plus integral 2x dx. ഇതിനെ x raised to minus 3 plus 1 by minus 3 plus 1 ശരിയല്ലേ? പ്ലസ് ഈ 2 നെ പറഞ്ഞ 2 into x raised to 1 plus 1 by 1 plus 1. That is x raised to minus 2 by minus 2 plus 2x square by 2. 2 and 2. By minus മലയാളത്തിൽ ഇതിനെ ആദ്യം എഴുതാം അല്ലെങ്കിൽ minus x square x raised to minus 2 by 2 plus x square. ഇതായിരിക്കും ആൻസർ. ഓക്കെ, അപ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ചെറിയ ലിമിറ്റ് ഒരു വാല്യൂ മുതൽ അടുത്ത വാല്യൂ വരെ സമയത്ത് ലിമിറ്റ് എങ്ങനെ അപ്ലൈ ചെയ്യാം അതുകൂടെ നോക്കി നമുക്ക് അവസാനിപ്പിക്കാം. ഇനി ശ്രദ്ധിക്കുക, ഇന്റഗ്രൽ 2 to 4 x square plus 3 dx. ഇതിനെ എനിക്ക് ഇന്റഗ്രേറ്റ് ചെയ്യും. ഇതിനെ വാല്യൂറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിച്ചോ, നമ്മൾ നമ്പർ സിസ്റ്റം എടുക്കുകയാണ്. ഇവിടെ 0, പിന്നെ ഇവിടെ 1 2 3 4 5 6 7 8 ഇങ്ങനെ ഒരാൾ ചെയ്തു. ഒരാൾ 2 ൽ നിന്ന് എങ്ങോട്ട് പോകുന്നു? 6 ലേക്ക് പോയി. 2 മുതൽ 6 വരെ ട്രാവൽ ചെയ്താൽ എത്രയാ ഡിസ്റ്റൻസ് ഉണ്ടാവുന്നത്? 2 മുതൽ 6 വരെ ആണെങ്കിൽ ടോട്ടൽ 6 ഉണ്ടാവുമോ? ഇല്ല. എന്തിനാ? അപ്പർ ലിമിറ്റ് മേലുള്ള വാല്യൂ 6, താഴെ വാല്യൂ 2. അപ്പോൾ ഇവിടുത്തെ എത്ര ഉണ്ടാവും? ഡിസ്റ്റൻസ് is equal to 6 minus 2 is equal to 4. ഇതല്ലേ കറക്റ്റ് ആണോ? അതായത് 0 ന്ന് സ്റ്റാർട്ട് ചെയ്താൽ 6 minus 0 equal 6 ആയിരുന്നു. 2 ന്ന് സ്റ്റാർട്ട് ചെയ്ത് 6 എത്തിയാൽ ഫൈനൽ പൊസിഷൻ അല്ലെങ്കിൽ അപ്പർ വാല്യൂ മൈനസ് ലോവർ വാല്യൂ 6 minus 2 equal to 4. ഇവിടെ 2 ന്റെ സ്ഥാനത്ത് x1 ഉം ഇതിന്റെ സ്ഥാനത്ത് x2 ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? that is equal to x2 minus x1. അത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഇതേപോലെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്തും ചെയ്യാം. ഇന്റഗ്രേഷൻ നേരത്തെ പഠിച്ചതാണ്. ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ലിമിറ്റ് കൊടുക്കാം, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പോൾ എങ്ങനെ എഴുതാം ശ്രദ്ധിച്ചോളൂ. ഇന്റഗ്രൽ 2 to 4 x square plus 3. ഇതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് x square dx plus integral 2 to 4 3 dx. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്താ വരിക? this is equal to x square x raised to n plus 1 by n plus 1. എവിടെ മുതൽ എവിടെ വരെയാണ്? 2 മുതൽ 4 വരെ പ്ലസ് 3 into integral dx എന്ന x ആണ്. എവിടെ മുതൽ എവിടെ വരെയാ? 2 to 4. അപ്പോൾ ഇതിനെ ഒന്നുകൂടി മാറ്റി എഴുതിയാൽ x cube by 3 എവിടെ മുതൽ എവിടെ വരെ? 2 to 4 plus 3 into x എവിടെ മുതൽ? 2 to 4. അപ്പോൾ ലിമിറ്റ് കൊടുത്താൽ ആദ്യം x ന് അപ്പർ ലിമിറ്റ് കൊടുക്കുക. അപ്പർ ലിമിറ്റ് കൊടുത്താൽ 4 raised to 3 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക 2 raised to 3 ഡിവൈഡഡ് ബൈ ഈ 3 ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ കൊടുക്കുക പ്ലസ് 3 into അപ്പർ ലിമിറ്റ് 4 minus 2. 4 raised to 3 എന്ന് പറഞ്ഞാൽ 64 ആണ്. 2 raised to 3 എന്ന് പറഞ്ഞാൽ 8 by 3 plus 3 into 2 56 by 3 plus 6. ഇതിനെ കോമൺ എഴുതിയാൽ 56 18 74 by 3. അതായത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 6 by 1 ആണ് 6 എന്നാണ്. അപ്പോൾ 56 into 1 plus 3 into 6 divided by 3 into 1. 56 plus 18 by 3. അപ്പോൾ 74 by 3. ഇതാണ് ആൻസർ. അപ്പോൾ ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി? നേരത്തെ ചെയ്ത പോലെ തന്നെ ഇന്റഗ്രേറ്റ് ചെയ്യുക, എന്നിട്ടോ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്താൽ മതി. ഓക്കെ, അടുത്ത എക്സാമ്പിൾ ശ്രദ്ധിച്ചോളൂ. ഇന്റഗ്രൽ 1 to 5 എവിടെ മുതൽ? 2x plus 3x square dx.
ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ ആദ്യമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പൊ സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പൊ ഇന്റഗ്രൽ 2x dx, ഇന്റഗ്രൽ 2x dx, ആ 2 പുറത്തെടുത്താൽ ഈക്വൽ ഇന്റഗ്രൽ 1 to 5x dx പ്ലസ് 3 പുറത്തെടുത്താൽ 3 into ഇന്റഗ്രൽ x square dx. എവിടെ മുതൽ എവിടെ വരെ? 1 to 5. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ 2 into ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ x raised to 1 plus 1 2 by 1 plus 1 2 എവിടെ മുതൽ എവിടെ വരെ? 1 to 5 plus 3 into x square integration x raised to 2 plus 1 3 by 3 എവിടെ മുതൽ എവിടെ വരെ? 1 to 5. ഈ 3 2 കട്ടി. upper limit 5 square minus lower limit 1 square plus upper limit 5 cube minus lower limit 1 cube. 25 minus 1 plus 125 minus 1. But 24 124 148. ഇങ്ങനെയാണ് പ്രോബ്ലംസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വളരെ ഈസിയാണ്. നമ്മുടെ ശ്രദ്ധിക്കാൻ ഇത്ര മാത്രമേ ഉള്ളൂ. നേരത്തെ ചെയ്ത പോലെ ഇന്റഗ്രേറ്റ് ചെയ്ത് വാല്യൂ കൊടുക്കുക. അപ്പോൾ 2 ഹോംവർക്ക് കൂടി ചെയ്താൽ നേരത്തെ 2 തന്നു. ഇത് മൂന്നാമത്തെ ഹോംവർക്കാണ്. 5 ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തത് ഇന്റഗ്രേറ്റ്. ആരാ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്? ശ്രദ്ധിച്ചോളൂ. ഇന്റഗ്രേറ്റ് 5x cube plus 2x square minus 3x plus 5. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. രണ്ടാമത്തത് ഇവാലുവേറ്റ് അല്ലെങ്കിൽ കണ്ടുപിടിക്കാം. എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇവാലുവേറ്റ് ഫോളോയിങ്. ഇവാലുവേറ്റ് ഏതാ? ഒന്ന് ഇന്റഗ്രൽ 1 to 3 x square minus 1 dx. രണ്ടാമത്തത് evaluate integral 0 to 2 4x plus 3 dx. Okay. അപ്പോൾ ഈ 3 പ്രോബ്ലം മൊത്തം 5 ഹോംവർക്ക് ഉണ്ട്. ഈ 5 ഹോംവർക്കും ചെയ്ത് എനിക്ക് വാട്സാപ്പ് ചെയ്ത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ച 2 പുതിയ കാര്യങ്ങളാണ്. ഒന്ന് ഡിഫറൻസിയേഷനും മറ്റൊന്ന് ഇൻ്റഗ്രേഷനും. ഡിഫറൻസിയേഷൻ പറഞ്ഞാൽ ചെറിയ ചെറിയ പാർട്ടാക്കി മാറ്റുക. ഇൻ്റഗ്രേഷൻ പറഞ്ഞാൽ ചെറിയ ചെറിയ പാർട്ടുകൾ കൂട്ടിച്ചേർത്ത് വലിയ പാർട്ടാക്കി മാറ്റുക. അതിന് 2 ഇക്വേഷൻ മാത്രം പഠിച്ചത്. d by dx of x raised to n is equal to nx raised to n minus 1. അതേപോലെ integral x raised to n dx is equal to x raised to n plus 1 by n plus 1. ഈ 2 ഇക്വേഷനുകൾ ബൈ ഹാർട്ട് ചെയ്യാം. ഇത് ഉപയോഗിച്ച് ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ഫിസിക്സ് ചെയ്യാനുണ്ട്. ഇതല്ലാതെ ഒരുപാട് ഇക്വേഷൻസും ഒരുപാട് റിസൾട്ടുകളും ഡിഫറൻസിയേഷനിലും ഇൻ്റഗ്രേഷനിലും ഉണ്ട്. ഇത് നമുക്ക് ആവശ്യമായ റിസൾട്ട് മാത്രമേ ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലംസ് ഒക്കെ ചെയ്തു നോക്കുക. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.